ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ആയുർവേദ ടിപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പള്ളിക്കൽ. ഇന്ന് ഞാൻ പറയുന്നത് ഇസ്നോപീലിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ യാതൊരുവിധ കെമിക്കലും അടങ്ങിയിട്ടില്ല. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്നോഫീലിയ എന്ന രോഗം പൂർണ്ണമായും മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയ കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടിപ്പ് 1, കുരുമുളക് കഷായത്തിൽ കൽക്കണ്ടവും പാലും ചേർത്ത് കഴിക്കുക. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുക. ഓക്കെ. അടുത്തത്, ചുവന്ന ഉള്ളിയുടെ നീര് മുലപ്പാലിൽ നാസ്യം ചെയ്യുക. ഓക്കെ, ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുക. അടുത്തത്, ദശമൂല കടുത്രയം കഷായം കഴിക്കുക. അടുത്തത്, മുന്തിരിങ്ങ വെള്ളത്തിൽ ആവി പതിച്ചൂർണം കലക്കി അതിരാവിലെ കഴിക്കുക. അടുത്തത്, കണ്ടകാരി, വേപ്പില, കരട്ടുമഞ്ഞൾ ഇവയുടെ ചൂർണം കഴിക്കുക. അപ്പോൾ അടുത്ത ഒരെണ്ണം, മഞ്ഞപ്പൊടി ഗോമൂത്രത്തിൽ ചാലിച്ച് കഴിക്കുക. അടുത്തത്, വൈശുനാരം ഗോമൂത്രത്തിൽ കലർത്തി സേവിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആയുർവേദ ടിപ്പ് കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.